സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോയിലോട്ട്. സോ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് വൺ ബ്ലോക്കിൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ടായിട്ട്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു കോബിൾ സ്റ്റോൺ മേക്കർ ഉണ്ടാക്കാൻ പോകുന്നു നമ്മുടെ ഈ വൺ ബ്ലോക്കിൽ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാവയും വെള്ളവുമാണ്. നമുക്ക് കോബിൾ സ്റ്റോൺ ഈ കിട്ടൽ ഭയങ്കര കുറവാണ്. ആകെ കിട്ടിയ വെച്ചിട്ടാണ് ആകെ കുറച്ചായിട്ട് കിട്ടിയിട്ടുള്ളത് വരെ. അത് കിട്ടി വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഫില്ലാക്കുകയും ചെയ്ത്. സത്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഇല്ല, അതാണ് സീന്. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ്, ഈ കോബിൾ സ്റ്റോൺ മേക്കർ ഉണ്ടാക്കല്ലേ. ഞാൻ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടാ. ഇപ്പുറത്തൊക്കെ സ്പേസ് വേണടാ, അതാണ് വേറൊരു പരിപാടി. കോബിൾ സ്റ്റോൺ തന്നെ നിങ്ങൾക്ക് അറിയാം, ഗെയിമിൽ ഏറ്റവും വേണ്ട ഒരു സംഭവം കൂടിയാണ് കോബിൾ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെക്കട്ടാ. എന്ത് ഇവിടുന്ന് എത്ര ബ്ലോക്ക് വരും വെള്ളം? 1 2 3 4 5 6 7 8 ബ്ലോക്ക് വെള്ളം വരും. ഇവിടെ 1 2 3 4 5 ഇവിടെ ലാഭിച്ച ഇതുവരെ. ഇത് കറക്റ്റാ? ഇത് ഒരു ബ്ലോക്ക് കൂടി കുറക്കണം തോന്നുന്നുണ്ട്. ഒരു ബ്ലോക്ക് കൂടി കുറക്കണം നമുക്ക്. ഇത് കറക്റ്റാവുന്നു. 4 ബ്ലോക്കാണ് വേണ്ടത്. നമ്മൾ കണക്ക് എങ്ങനെയാണ്? മാറി കൂടിച്ചേരണ്ട നോക്കട്ടെ. അത് ഇതാവും. ഓക്കെ, ആയി. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിതിൻ്റെ വേറെ പരിപാടി ഉണ്ട്. ഇതിപ്പോൾ തൽക്കാലത്തിൽ നമ്മൾ ഇതിലേക്ക് എടുക്കുക. ഇതിൻ്റെ അടിയിൽ ഹോപ്പർ എടുക്കാനുള്ള അയ ഉണ്ടായി നമ്മുടെയൊക്കെ. എന്തായാലും നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാനുള്ള അയണൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും വരാട്ടാ. നമുക്ക് പട്ടിക്കുട്ടിനെ ഇട്ടിരിക്കുന്നല്ലോ, പട്ടിക്കുട്ടിനെ. അവിടെ ഇതിന് ടൈം ചെയ്യാൻ പറ്റുമോ നോക്കി. നമുക്കിതിന് ടൈം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കട്ടെ ഈ പട്ടീനെ. ഇതിപ്പോൾ കുഴിച്ചപ്പോൾ കിട്ടിയതാണ്. ടൈം ആയി. അതിനെ പുറത്ത് കറക്കിന്, അതിനെ പുറത്ത് കൊണ്ടേക്കേ. വന്ന് ഹലോ, ഇതിന് കടിക്കാൻ വരുന്നേ. സോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഹോപ്പർ ഉണ്ടാക്കാനുള്ള നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചെസ്റ്റും കൂടി ക്രാഫ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ചെസ്റ്റ് നമ്മുടെയൊക്കെ 2 ഉണ്ട്. 2 മതി. ഒരു ഹോപ്പറും ഒരു ചെസ്റ്റ് നമുക്കത് കളക്ട് ചെയ്യാനും വെക്കണം. അവിടെ അയണൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. അതിൻ്റെ ഉള്ള അയണൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. അതിന് ചെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, 5 അയൺ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ 3 റോ അയണം കിട്ടിയിട്ടാ. നമുക്ക് റോ അയൺ എന്തായാലും ഇത് ചൂടാക്കാൻ വെക്കാം. റോ അയൺ എവിടെ? അതെ 4 ഉണ്ട്. അതെന്തേ? ഹലോ, ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ നായട്ടാ. ഇല്ല, പറ്റൂല. ഈ മച്ചാൻ്റെ നായയാണ്. ഇഹാൻ്റെ അതേ മോച്ചായോ. ഒരു മിനിറ്റ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഹോപ്പർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോപ്പർ ഇട്ടാൽ എന്താണിത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഹോപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ലാവ് ഒഴിച്ചിട്ട് കറക്റ്റ് കണക്കാം. ഓക്കെ, നമുക്ക് ഇവിടെയാണ് കുഴിക്കേണ്ടത്. ഇവിടെ കുഴിച്ചിട്ട് ഹോപ്പർ ഒരു മിനിറ്റ്. അതാണ്ട് പോയി, ഡേർട്ട് പോയി. നമുക്കെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാ, ഈ ഹോപ്പർ എടുക്കുക. ഹോപ്പർ എടുത്തിട്ട് ഈ കളക്റ്റ് ആവണ കോബിൾ സ്റ്റോൺ ഇതിൽ കളക്റ്റ് ആവും. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു കുഴി, നമുക്ക് ഗ്ലാസ് പൊട്ടിക്ക്. അവിടെ ചെസ്റ്റ് ഒരു മിനിറ്റ്, ചെസ്റ്റ് എടുക്കട്ടെ. ചെസ്റ്റ് ഓക്കെ, നമ്മുടെ ചെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഇത് കണക്റ്റ് ആയില്ലേ. ഇതിക്ക് എന്തെങ്കിലും ഒന്ന് സാധനം ഇട്ട് നോക്ക്. അതിക്ക് വരണ്ട നോക്ക്. എന്തെങ്കിലും സാധനം ഇട്ടിക്കണ്. ഇവിടെ എല്ലാം ഇട്ടുണ്ട്. ഹോപ്പറിൻ്റെ അകത്താണ് ഞാൻ എന്താ അങ്ങനെ വരുന്നത്? അടിയിൽ വെക്കണത് അടി വെക്കാൻ പറ്റൂല. സോ അപ്പോൾ ഇതുവരെ എന്തായാലും ആയല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലോക്കിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി വെക്കാം. ഈ ഹമച്ച അവിടെ കൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടാം. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടെ. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാക്കോളം കോബിൾ സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാലും മതി. പക്ഷെ നമുക്ക് ചെസ്റ്റിലാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ ചോദിക്കുകയാണെങ്കിൽ ശരിക്കില്ല. പക്ഷെ നമ്മളെന്തായാലും ഇത് കോബിൾ സ്റ്റോൺ കുറച്ചുകൂടി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യണ സ്റ്റെപ്പ് ചെയ്യാതിരിക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പരിപാടി എന്തായാലും തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ സംഭവം, നമ്മൾ ഈ പാണ്ടിനൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ ഇന്നലെ റെക്കോർഡ് ചെയ്തതാണ്, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലേ ഓക്കെ, അപ്പോൾ ഈ ഹമച്ച ചെറുതായിട്ടൊന്ന് ചത്തിട്ടുണ്ട്. ഹോപ്പറിന്ന് പോയിട്ടുണ്ട്. പുള്ളി കുറച്ച് അയണില്ലേ, ഉള്ള അയൺ വെച്ചിട്ട് ഉണ്ടാക്കല്ലേ. നമ്മുടെ അയണൊക്കെ തീർന്നിട്ടാ. ഇനി പോയാ പോയിട്ടാ.
ചെസ്റ്റ് ഇവിടെ അവിടെ ഉണ്ടല്ലോ. എടാ നമ്മൾ പൊട്ടത്തിലും കാണിച്ചു ഞാൻ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും മനുഷ്യന്മാരെ തെറ്റുകളൊക്കെ പറ്റൂല നമ്മൾ. ഇതൊക്കെ ഇവിടുന്ന് വന്ന് ഈ പക്ഷിയൊക്കെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് കുഴിച്ച പോകുന്ന. പിന്നെ നമ്മുടെ വീടൊന്ന് കത്തി പിടിച്ചിട്ടാ ചെറുതായിട്ട്. നമ്മൾ ലാവ് വെച്ച പോലെ അത് ഈ വീട് നിന്ന് കത്തി. ഈ ഹാമച്ചൻ്റെ വളരെ ISRO ലെവൽ ബ്രെയിനായ കാരണം മെല്ലെ പോയിട്ട് എന്താണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ മേലെ കയറി സ്റ്റെപ്പ് കാണല്ലോ. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ടാക്കി. ഇവിടെ നമ്മളെ കുറച്ച് ലാവ പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിന് നമ്മുടെ നമുക്ക് 2 ബക്കറ്റ് ലാവ കിട്ടി. അതിൽ 1 ബക്കറ്റ് ലാവ ചത്തപ്പോൾ തന്നെ പോയി. നമ്മളിത് എത്ര വട്ടം താഴോട്ട് ചത്തില്ലേ. കുറേ വട്ടം നമ്മൾ ഇത് താഴോട്ട് ചത്തിക്കണം. ഓഫ് ക്യാമറയിൽ കളിക്കുമ്പോഴും ഓൺ ക്യാമറയിൽ കളിക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു വട്ടം ലാവ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച ലാവ എടുക്കാൻ വേണ്ടി ബക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 1 ബക്കറ്റ് ലാവ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബക്കറ്റിലുള്ള ലാവ ഞാൻ ഇവിടെ ഒഴിച്ച് വെച്ച്. ഇവിടെ താഴേക്ക് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഒഴിച്ച് വെച്ച്. നമുക്കതായാലും പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. ഈ ഹാമച്ച എന്ത് ചെയ്തു, ഇതിന് മേലെ കയറാൻ സ്റ്റെപ്പ് വുഡൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച്. ആ ലാവ ഒന്ന് കത്തിപ്പിടിച്ച് വീട് നിന്ന് കത്തി. ഈ പാണ്ടകളൊക്കെ നമുക്ക് ഇങ്ങനെ കൂച്ചപ്പ് കിട്ടിയ കേട്ടോ. ഈ 3 വലിയ പാണ്ടകൾ കിട്ടി. ഇതിനൊക്കെ നമ്മൾ പിടിച്ച് കൂട്ടിലാക്കുകയും ചെയ്ത്. ഈ പക്ഷി എങ്ങനെ വന്നത് എനിക്കറിയില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ ഹാമച്ച കൂച്ചപ്പോഴാണ് ഈ ഇത് വന്ന് ഈ പക്ഷി വന്ന് ഈ തത്ത വന്ന്. നമുക്ക് ഈ തത്തനെ ടൈമാക്കാൻ പറ്റൂല. അതിന് ഇത് വേണ്ട സീഡ്. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ ഹോപ്പർ ഉണ്ടാക്കാം. ഓക്കെ, ഇതിവിടെ നമുക്ക് മരം ഫാം ഉണ്ടാക്കിയാലോ? മരത്തിൻ്റെ ഫാമൊന്നും ഉണ്ടാക്കാം. മരം ഫാം നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെയൊക്കെ സാപ്ലിങ് അത് വെക്കാൻ പറ്റൂലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോപ്പർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ലാവ് ഒഴിക്കട്ടെ ഉള്ളിൽ. അവിടെ കയറി ലാവ് ഒഴിക്ക് അടക്കട്ടെ. എടത് ഇവിടെ വെക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാവ് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാട്ടുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാ, ഇവിടെ ഒന്നും സ്ഥലം തന്നെ ഇല്ലല്ലോ. കുറച്ചിത് വിട്ടിട്ടുണ്ടാക്കിയാൽ മതിയെന്ന്. ഇവിടെ എല്ലാം കുഴിക്കണ്ട് മാറാ. അപ്പോൾ കോബിൾ സ്റ്റോൺ എങ്ങനെ ഉണ്ടാവുക? കോബിൾ സ്റ്റോൺ ഉണ്ടായാ ഇതില്ല കോബിൾ സ്റ്റോൺ. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നു. ഈ ഭാഗം പൊട്ടിക്കാം. ഇവിടെ പൊട്ടിച്ചില്ലേ, നമുക്ക് ഇവിടെ ഹോപ്പർ വെക്കാം. ചെസ്റ്റ് അപ്പം ആര് വെക്കും? അവിടെ ചെസ്റ്റ് ഉണ്ടാക്കി. ചെസ്റ്റ് ഉണ്ടാ വേറെ എക്സ്ട്രാ ചെസ്റ്റ് വേണോ? ഇതിനൊന്നും പൊട്ടിച്ചെടുക്കാല്ലേ. ഇതിലങ്ങനെ ഒന്നുമില്ല. ഇത് വുഡ് ഉണ്ടെങ്കിൽ വുഡായിട്ട് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ വുഡൊന്നും ഇല്ല നമ്മുടെയൊക്കെ. കാരണം നമ്മൾ കുറേ വുഡൊക്കെ ഉപയോഗിച്ച് കുറേ വുഡ് കത്തിപ്പോയി. അതിനിപ്പോൾ സാധനം ചെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് സാധനമുള്ളൂ. അപ്പം നമ്മൾ അതിന് ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് ഇവിടെ വെക്കാം. അത് സെറ്റായി. ഇത് കണക്റ്റ് ആയിക്കണോ? ഇത് കണക്റ്റായി നമ്മളെങ്ങനെ ഇത് കണക്റ്റ് ആയി ഉണ്ടാവുമോ? ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറിച്ചു നോക്കട്ടെ. നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. ഇത് നല്ലൊരു ഓക്കെ, അപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാൻ നിൽക്കുക, മറ്റാൾ കളക്ട് ചെയ്യാൻ നിൽക്കണം. അയ്യോ, ഇപ്പോൾ കത്തി പിടിച്ചിരുന്നു ഞാൻ. അവിടെ 1 മിനിറ്റ് ഇവിടെ നിന്ന് ബ്ലോക്ക് ഞാനൊന്ന് വിട്ടുന്നേ. ഇനി ഇവിടുന്ന് തന്നെ പൊട്ടിക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇവിടുന്ന് പൊട്ടിക്കുന്നു, നമ്മൾ ജസ്റ്റ് ചെയ്ത് എടുക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഓഫർ ചെയ്ത് ഇങ്ങനെ എടുക്കാം. പക്ഷെ നമുക്ക് കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന് കണ്ട അതിങ്ങനെ കൂടുണ്ട്. നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. കൂടുതൽ കണ്ട 7 ആയി 8 ആയി. കൂടി വരുന്നുണ്ട്. അതിന് മുമ്പേ ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് വലുതാക്കാണ്ട് നമുക്ക് ഈ സ്ഥലം കൂടി കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇപ്പം തന്നെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ നമ്മളിത് ഉണ്ടാക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്ഥലം ഒന്ന് വലുതാക്കണം കൂടി കാണിക്കാം, എന്നിട്ട് നിർത്താം. അതല്ല നല്ലത്. ചെസ്റ്റ് കിട്ടിയതാണ് 12 ഡയമണ്ട്. ചെസ്റ്റോ 12 ഡയമണ്ട്? നോട്ടെ. വാട്ടർ ബക്കറ്റ് പിന്നെ 2 അയണ്. നോട്ടെ. ഡയമണ്ട് ഒക്കെ പൊക്കിയില്ല അപ്പോൾ ഇതിനും 12 ഡയമണ്ടോ? ഇത്ര കിട്ടും നമുക്ക്? എല്ലാം കിട്ടും. ഇതിങ്ങനെ കാണിക്കാനാണ്. നോട്ടെ, ടൂൾസ് ഉണ്ടാക്കാം. ടൂൾസ് സാപ്ലിങ് കിട്ടി. എടാ സ്റ്റിക്ക് ഉണ്ടാ? സ്റ്റിക്ക് ജംഗിൾ വുഡ് നമുക്ക് ആദ്യമായിട്ടല്ല ഡയമണ്ട് ഇട്ടണ്. ഡയമണ്ട് ആദ്യമായിട്ടാ. അപ്പോൾ നമുക്കിത് ഡയമണ്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയതാട്ടാ. എന്തായാലും കിട്ടി. ഡയമണ്ട് കിട്ടി നമുക്ക്. ഇങ്ങനെ വെച്ച് കുറച്ച് സ്റ്റിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക്
ടൂൾസ് ഡയമണ്ട് സോഡ് ഡയമണ്ട് അത് ഉണ്ടാക്കാൻ പോവപ്പത്തിനും ഉണ്ടാക്കി. ഇനി എത്ര ഡയമണ്ട് ബാക്കിയുള്ള ഡയമണ്ട് നമുക്കത് എടുത്തു വെക്കാം. നമുക്ക് ഡയമണ്ടിൻ്റെ ടൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടാ. തൽക്കാലത്തിന് ഡയമണ്ട് നമുക്ക് ഉള്ളി കൊണ്ടു വെക്കാം. ഡയമണ്ട് ഉള്ളി വെക്കണം നല്ലത്. ഡയമണ്ട് നമുക്ക് എവിടെ വെക്കുക? വീട് എന്തായാലും കത്തിയാൽ നമുക്ക് തൽക്കാലത്തിന് ഡയമണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ, ഇതിന് നമ്മുടെ പ്രശ്നം ഇത് ഓൾറെഡി നമുക്ക് 4 ഡയമണ്ട് കിട്ടിക്കണേ. ഇത് പറഞ്ഞ ശരിയാട്ടി, കാരണം നമുക്ക് ഡയമണ്ട് കിട്ടിക്കണം ഓൾറെഡി. ഓക്കെ, ഞാൻ ഓർത്തില്ലട്ടെ, നമ്മൾ ഓഫ് ക്യാമറ കളിക്കണ കാരണം തോന്നുന്നു. അടുത്ത പാണ്ട വന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ളട്ടെ. വലിയ സോംബികളൊക്കെ വലിയ അറ്റാക്കൊക്കെ ഉണ്ടാകുമ്പോൾ. ഇതാണ് പാണ്ടേ പാണ്ട അടുത്ത സ്പൂൺ അയക്കണ്. അടുത്ത് എല്ലാം കൂടി വരുമല്ലോ. ഇതിനുള്ളിൽ കയറ്റി കൂട്ടി കയറ്റുന്നാൽ കൂട്ടി കയറ്റുവാ. ഇവർക്കൊക്കെ ഇന്ന് കയറ്റിക്കോ. അപ്പൊ നമുക്ക് പാണ്ടൽ എന്തെങ്കിലും കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റാം. കയറിക്കോ. അങ്ങോട്ട് പോടാ. അപ്പം ഇതിനൊക്കെ പിടിച്ച് ഉള്ളിൽ കയറ്റണ ഇടങ്ങറാണല്ലോ. അടപ്പോ അടിക്ക് ചാടുപോയി കാട്ടു നോക്ക്. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ സ്ഥലം കുറച്ചൊന്നും ഇങ്ങനെ വലുതാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്ര ലെങ്ത്തൊക്കെ മതി വീഡിയോ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12 ഡയമണ്ട് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ എന്തായാലും നന്നായി. ഡയമണ്ട് കിട്ടി നമ്മുടെ കോബിൾ സ്റ്റോൺ ഫാമും ഉണ്ടാക്കി. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മ്യൂസ് ആൻഡ് സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.